തുടക്കം തന്നെ കാണിക്കുന്നത് കുറോസാക്കി ക്ലിനിക്കാണ്. സോ കയറി തന്നെ നമ്മുടെ ഇച്ചിഗോനെ വളരെയധികം നല്ല രീതിയിൽ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ചെയ്യുന്നത് ഞാൻ പറയണ്ടല്ലോ, എപ്പോഴും ചെയ്യുന്ന ആ സെയിം കോമാളിത്തരം. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോ നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യും തന്റെ അച്ഛനോട്. നമ്മുടെ ഇച്ചിഗോ റിയാക്ട് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ തന്റെ അച്ഛനാണെങ്കിൽ ഇഷിൻ ചിന്തിക്കുക നിനക്ക് നീ സാധാരണ ഇങ്ങനെ അല്ലല്ലോ എന്ന് നമ്മുടെ ഇച്ചിഗോനോട് ഇഷിൻ ചോദിക്കുന്നു. കേട്ടിട്ടും നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഇഷിനോട് ഒന്നും പറയുന്നില്ല. സോ ഇതേ സമയം തന്നെ നമ്മുടെ ഇഷിൻ പറയുകയാണ്, ഓ എനിക്ക് മനസ്സിലായി, നീ ഏതെങ്കിലും എക്സാമിന് നമ്മുടെ ഇച്ചിഗോ പൊട്ടിന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇച്ചിഗോനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഒരു കാരണവശാലും പേടിക്കണ്ട, തോൽവി വിജയത്തിന് വേണ്ടിയുള്ള പടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഇച്ചിഗോന്റെ സിസ്റ്റേഴ്സിനും അത്രയ്ക്ക് പിടിക്കുന്നില്ല. എന്നാൽ ഈ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഇച്ചിഗോ തന്റെ അച്ഛനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ വളരെയധികം സീരിയസ് ആയിട്ട് തന്റെ റൂമിലേക്ക് നടന്നു പോവുകയാണ്. ഇച്ചിഗോ ചിന്തിക്കുന്നത് നമ്മുടെ ഹിറൂക്ക പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് നമ്മുടെ എക്കോൺ കാണുന്നുണ്ട്. എക്കോണിന് മനസ്സിലാക്കിയാണ് നമ്മുടെ ഇച്ചിഗോ എന്തോ ഒരു കാരണത്താൽ വളരെയധികം വിഷമിച്ച് നടക്കുകയാണെന്ന്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കോണാണെങ്കിൽ ഇച്ചിഗോനെ ഹാപ്പി ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇച്ചിഗോനോട് കോണ് ഇഷിൻ ഒരു സോൾ റിപ്പർ ആണെന്ന് പറയാൻ പോകുന്ന സമയത്തേക്ക് അങ്ങോട്ട് ഒരാൾ വരികയാണ്. എന്നിട്ട് നമ്മുടെ കോണിനെ അടിച്ച് തറയിലിടുകയാണ്. നീ എന്താണ് പറയാൻ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ ഇത് ഒരിക്കലും ഇച്ചിഗോനോട് പറയാൻ വേണ്ടി പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇച്ചിഗോയ്ക്കും അതുപോലെ തന്നെ ഇഷിന് ഒരു നല്ല പ്ലാൻ ഉണ്ട്, നീ അത് തകർക്കാൻ വേണ്ടി പാടില്ല എന്ന് നമ്മുടെ റിവീൻ കോണിനോട് പറയുകയാണ്. സോ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കോൺ സീരിയസ് ആകുന്നുണ്ട്. റിവീനെ വിളിച്ചുകൊണ്ട് നമ്മുടെ കോൺ അവിടെ നിന്ന് പോവുകയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഒരുപാടധികം പാസ്റ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈറ്റിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇച്ചിഗോന്റെ മുഖത്തേക്ക് ഒരു ഹോളോ മാസ്ക് വരുന്നതും നമ്മുടെ ഹയാത്തോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എൻ്റെ ഗ്രൂപ്പിൽ ചേർന്നില്ലെങ്കിൽ നീ ഉറപ്പായിട്ടും ഒരു ഹോളോ ആയി മാറും. എന്നിട്ട് നീ ആ ഹോളോന്റെ കൺട്രോളിൽ നീ നിന്റെ കുടുംബത്തിനെ മൊത്തത്തിൽ തന്നെ ഡിസ്ട്രോയ് ചെയ്യും. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇച്ചിഗോയ്ക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണമെന്നും അറിയത്തില്ല. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഇച്ചിഗോന്റെ മനസ്സിലേക്ക് വൈറ്റ് ഇച്ചിഗോ കടന്നു വരുന്നത്. സോ കടന്നു വന്നുടനെ തന്നെ പറയുകയാണ്, ഇച്ചിഗോ, നിന്റെ ഉള്ളിലുള്ള ആ ഹോളോ പവർ ഉണ്ടല്ലോ, ആ പവർ കാരണം നീ ഒരുപാടധികം പവർഫുൾ ആകും. പവർഫുൾ ആകുന്നത് മാത്രമല്ല, നീ അതിനെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ പേഴ്സണാലിറ്റി തന്നെ മാറും. നീ അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ നീ പിന്നെ ഒരു മനുഷ്യനല്ലായിരിക്കും, നീ പിന്നെ ഒരു ഹോളോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വൈറ്റ് ഇച്ചിഗോ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈജറ്റ്സ് ഈ പറയുന്ന സമയത്ത് തന്നെയായിരുന്നു നമ്മുടെ ഇച്ചിഗോന്റെ സിസ്റ്റർ ഇച്ചിഗോന്റെ റൂമിലേക്ക് വരുന്നത്. സോ കരിനാണ് വരുന്നത്. നമ്മുടെ ഇച്ചിഗോ വിഷമിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മുടെ കരിൻ വന്നിരിക്കുന്നത്. കരിൻ ഇച്ചിഗോനോട് നിനക്ക് എന്തുവാണ് പ്രശ്നം? നീ വളരെയധികം വിഷമിച്ചിരിക്കുന്നല്ലോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ? സോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവളോടൊന്നും പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ല. നമ്മുടെ ഇച്ചിഗോ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഹേ ഇച്ചിഗോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോട് പറ, ഞാൻ ആരോടും പറയത്തൊന്നുമില്ല. അതുമാത്രമല്ല, ഞാൻ നിനക്ക് വേണ്ടിയുള്ള മോട്ടിവേഷനൊക്കെ തരാം എന്ന് നമ്മുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇത് കേൾക്കാൻ നേരത്തും നമ്മുടെ ഇച്ചിഗോ പറയുന്നത്, എടി എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ തൻ്റെ ഫാമിലിയോട് തൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ല. സമയം തന്നെ നമ്മുടെ കാര്യം ചോദിക്കുകയാണ്, ഹേ ഇച്ചിഗോ, നീ ഒരു സോൾ റിപ്പർ? ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോ ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ഈ സോൾ റിപ്പർ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കരിൻ അറിയാമെന്ന് മനസ്സിലാക്കിയ കരിനാണെങ്കിൽ നമ്മുടെ ഇച്ചിഗോനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നോട് കനോജി പറഞ്ഞു സോൾസിനെ കാണാൻ പറ്റുന്നവർ സോൾ റിപ്പേഴ്സ് ആണെന്ന്. സോ അത് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് ചോദിച്ച ഇച്ചിഗോ എന്ന് നമ്മുടെ കരിൻ പറയുന്നു. സോ ഇതേ സമയം തന്നെ കാർക്കുറ സിറ്റിയുടെ ആകാശത്ത് ഒരു വളരെയധികം കൂടിയ ഒരു സ്പിരിച്വൽ എനർജി വരുന്നു. സ്പിരിച്വൽ എനർജി കാർക്കുറ സിറ്റിയിലേക്ക് വീഴുകയാണ്. സോ അവിടെ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാവുകയാണ്. ഇത് കണ്ട നോർമൽ പീപ്പിൾസിന് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. സോ ഇതേ സമയം തന്നെ ഇതിന്റെ സ്പിരിച്വൽ പ്രഷർ സെൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരിഹിമിയും അതുപോലെ തന്നെ സാധോയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ എനർജിയാണ് അവർക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. സോ അതുപോലെ തന്നെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്രീച്ചർ ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു എനിമിയാണ് വരുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സോൾ സൊസൈറ്റിയിലാണ്. കമാൻഡർ യാമനെ കാണാൻ വേണ്ടി അവിടേക്ക് ഒരാൾ വന്നിരിക്കുകയാണ്. കാർക്കുറ സിറ്റിയിൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള രണ്ട് സ്പിരിച്വൽ പ്രഷർ സെൻസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വളരെയധികം പവർഫുൾ ആയതുകൊണ്ട് തന്നെ രണ്ട് അലങ്കാരായിരിക്കും അവിടെ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. തന്നെ ഒരു എമർജൻസി മീറ്റിംഗ് തയ്യാറാക്കുകയാണ്. അതിന് തന്നെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ എനർജി നമ്മുടെ ഇച്ചിഗോയ്ക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ കരിനോടൊന്നും സംസാരിക്കാതെ നമ്മുടെ ഇച്ചിഗോ ആ സ്പിരിച്വൽ എനർജിയുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണെങ്കിൽ ഇച്ചിഗോന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ഈ ഫൈറ്റ് നിനക്ക് പറ്റിയതല്ല, ഇത് വളരെയധികം ഡേഞ്ചർ ആണെന്ന് നമ്മുടെ കരിൻ ഇച്ചിഗോനോട് പറയുന്നു. ഇച്ചിഗോ ആണെങ്കിൽ കരിൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ അവനാണെങ്കിൽ തന്റെ സോൾ റിപ്പർ ഫോം എടുത്തിട്ട് കരിന്റെ അടുത്ത് നിന്ന് ഓടി പോവുകയാണ്. സോ ഇത് കണ്ടിട്ട് നമ്മുടെ കരിൻ ഒരുപാടധികം വിഷമം വരുന്നുണ്ട്. കാരണം തന്റെ ചേട്ടൻ താൻ പറഞ്ഞത് കേട്ടില്ലെന്നോ എന്നുള്ള ഒരു വിഷമം. പിന്നീട് കാണിക്കുന്നത് ബ്ലാസ്റ്റ് നടന്ന സ്ഥലത്താണ്. സോ അവിടെ രണ്ട്
ക്രീച്ചേഴ്സ് ആണുള്ളത്. സോ മനുഷ്യനെ പോലും അതുപോലെ തന്നെ ഹോളോനെ പോലെ ഇരിക്കുന്ന അലങ്കാർസ് ആണ് അതുള്ളത്. സോ ഇപ്പോൾ ഒരുപാടധികം അലങ്കാർസ് വരുന്നുണ്ട്. സോ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഐസൺ ആണെങ്കിൽ ഇപ്പോൾ ഹോളോ വേൾഡിൽ പോയിട്ട് ഒരുപാടധികം എക്സ്പെരിമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് കാരണമാണ് ഇത്രയധികം അലങ്കാർസ് വരുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഒന്നാമത് ഹോളോസ് ഡേഞ്ചറസ് ആണ്, അതുപോലെ തന്നെ വിവരവും ഇല്ല. സോ അവർക്ക് ഹ്യൂമൻസിനെ പോലെ ആകാം, അതുപോലെ തന്നെ സോൾ റിപ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഹോളോൻ്റെ പവർ ഒന്നിച്ചിട്ട് എന്തുമായിരിക്കും സംഭവിക്കാം. അങ്ങനെ ആ ബ്ലാസ്റ്റ് നടന്ന സ്ഥലത്തിലേക്ക് കാർക്കുറ സിറ്റിയിലെ ഒരുപാടധികം ആൾക്കാർ അങ്ങോട്ട് പോവുകയാണ്. സോ ഇതേ സമയം തന്നെ ആ അലങ്കാർ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. യാമിനാക്ക എന്നാണ്. സോ ഇങ്ങനെ ആൾക്കാർ ഇവനെ ഇങ്ങനെ നോക്കുന്നതും പേടിക്കാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും സോള് ഈ യാമിനാക്ക വലിച്ചെടുക്കുകയാണ്. സോ ആ സിറ്റിയിലുള്ള എല്ലാ ആൾക്കാരുടെ സോളും നമ്മുടെ യാമിനാക്ക അങ്ങ് വലിച്ചെടുക്കുകയാണ്. സോ ഓടി വരുന്ന നമ്മുടെ സാധോയും അതുപോലെ തന്നെ ഒറിഹിമയുടെ അടുത്തും ഒരുപാട് പേര് തലകറങ്ങി കിടക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സാധോയ്ക്ക് ഒറിഹിമയ്ക്ക് മനസ്സിലാക്കിയാണ് ആൾക്കാരുടെ എല്ലാവരുടെ സോൾ ആ ഹോളോ വാളിച്ചെടുക്കുകയാണ്. മാത്രമല്ല അവർ ഒരുപാടധികം പവർഫുൾ ആണെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാക്കുകയാണ്. സോ ഇതേ സമയം തന്നെ ഒരുപാട് പേര് മരിച്ചു കിടക്കുന്നത് ഇവൻ കാണുന്നുണ്ട്. പക്ഷെ അതിനകത്തിൽ ഒരാൾക്ക് മാത്രം ചെറിയ ജീവനുണ്ട്. സോ ഇത് കണ്ട രണ്ട് അലങ്കാശവും ഒന്ന് ചെറുതായിട്ട് ഞെട്ടുന്നുണ്ട്. ഇവൾക്ക് എങ്ങനെയാണ് ജീവൻ വന്നത്? വേറെ ആർക്കും അല്ല, നമ്മുടെ താട്സുക്കിയായിരുന്നു. സോ താട്സുക്കിനെ കണ്ടുടനെ തന്നെ ഇവളെ കൊല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യാനി അങ്ങോട്ട് വന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്തായിരുന്നു അങ്ങോട്ട് സാധോ വന്നിട്ട് അത് തടയുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഒറിഹിമയും വന്നിട്ടുണ്ട്, അതും നമ്മുടെ താട്സുക്കിനെ രക്ഷിക്കാൻ വേണ്ടി. എന്നാൽ ആ അറ്റാക്കിൽ തന്നെ നമ്മുടെ സാധുവിന്റെ കൈ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. യാമി എന്ന് പറഞ്ഞ ആൾ ഒരുപാടധികം പവർഫുൾ ആണെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മുടെ സാധുവിക്ക് മനസ്സിലാകുന്നു. നമ്മുടെ സാധു ഒറിഹിമിനോട് പറയുകയാണ്, ഹേ ഒറിഹിമി, നീ താട്സുക്കിനെ കൊണ്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം ഒറിഹിമി പോകുന്നില്ലെങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഒറിഹിമിയാണെങ്കിൽ താട്സുക്കിനെ കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. സാധു ആണെങ്കിൽ അവന്റെ ഫുൾ പവർ എടുത്തിട്ട് യാമിയെ ആക്രമിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ യാമി വന്നിട്ട് സാധുവിന്റെ നേരെ ഒരു പഞ്ച് കൊടുക്കുകയാണ്. അതുപോലെ പവർഫുൾ ആയിരുന്നു നമ്മുടെ യാമി. സോ ഇതും നമ്മുടെ ഒറിഹിമി കാണുന്നുണ്ട്. തന്റെ കൂട്ടുകാരനെ തന്റെ മുമ്പിൽ വെച്ചാണ് ഇത്രയധികം പഴുക്ക് വരുന്നത്. നമ്മുടെ ഒറിഹിമി ഓടി വന്നിട്ട് സാധുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവളുടെ ടെക്നിക്കായിട്ടുള്ള ഷീൽഡ് യൂസ് ചെയ്യുകയാണ്. എന്നിട്ട് മറ്റേ ആൾ ചെറുതായിട്ട് നെട്ടുന്നുണ്ട്. കാരണം സാധുവിന്റെ കൈ ഉണ്ടല്ലോ അത് മുറിഞ്ഞു പോയതാണ്, അത് വീണ്ടും ഹീൽ ആകുമല്ല. നമ്മുടെ ഒറിഹിമിന്റെ ടെക്നിക്സും സ്കിൽസും അവൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഒന്ന് ഹീലിങ്, അതുപോലെ തന്നെ ഷീൽഡ് ടെക്നിക്ക്. ഈ സമയത്തൊക്കെ നമ്മുടെ ഒറിഹിമി ആണെങ്കിൽ വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുകയാണ്. സ്കിൽസ് ഒക്കെ ആവശ്യം വരും. അതുകൊണ്ട് തന്നെ അവർ ഒറിഹിമിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. വരുന്നിടം വരെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ സാധുവിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് നമ്മുടെ ഒറിഹിമി തീരുമാനിക്കുകയാണ്. സോ ഇതേ സമയം തന്നെ അവന്റെ ഷീൽഡ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് കണ്ട് ദേഷ്യം വന്ന അലങ്കാറാണെങ്കിൽ നമ്മുടെ ഒറിഹിമിനെ ഇപ്പൊ കൊല്ലുടാന്ന് പറഞ്ഞ് ചാടി വരുന്ന സമയത്ത് നമ്മുടെ ഒറിഹിമിയുടെ മുൻവശത്തോട്ട് നമ്മുടെ ഇച്ചിഗോ മാസ് ആയിട്ട് സമ്പത്തി യൂസ് ചെയ്തിട്ട് ആ അലങ്കാർ ഒറിഹിമിയുടെ നേരെ ഉപയോഗിക്കാൻ പോയ ആ അറ്റാക്ക് നിർത്തുകയാണ്. എന്റെ കൂട്ടുകാരന്റെ മേലെ തൊടുന്നോടാ എന്ന് നമ്മുടെ ഇച്ചിഗോ ആ ഹോളോനോട് വളരെയധികം ദേഷ്യത്തോട് പറയുകയാണ്. സോ അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 5ൻ്റെ അകത്തിൽ 13ാമത്തെ എപ്പിസോഡാണ്. സോ ഇനിയും കൊണ്ട് വരാൻ പോകുന്ന എപ്പിസോഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾ നേരത്തെ സോൾ സൊസൈറ്റിയിൽ വെച്ച് കണ്ടില്ലായിരുന്നു ഒരുപാട് ക്യാപ്റ്റൻസും കുറേ ക്യാരക്ടേഴ്സിനൊക്കെ. സോ അവരെല്ലാവരും ഇനി തിരിച്ചു വരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക, എൻ്റെ വീഡിയോയുടെയൊക്കെ സപ്പോർട്ട് വളരെയധികം കുറവാണ്. ഇടയ്ക്കിടയ്ക്കാണ് ഒരു വീഡിയോയ്ക്ക് 1K ഒക്കെ അടിക്കുന്നത്. മിക്ക വീഡിയോസിന് 600-500 വ്യൂസൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് മാക്സിമം പറ്റുന്ന എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നിങ്ങൾ യൂട്യൂബ് എൻ്റെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല ലൈക്സും അങ്ങനത്തെ ഒക്കെ ഉണ്ട്, എന്നിട്ടും എൻ്റെ വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂസ് ഇല്ല. അത്യാവശ്യം ലൈക്സ് ഒക്കെ ഉണ്ട്, എന്നിട്ട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തില്ല. സോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സ്, പിന്നെ നിങ്ങൾക്ക് ആനിമി ഗ്രൂപ്പ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിൽ അങ്ങനത്തെ എല്ലാ സംഭവത്തിലും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ചാനൽ റോഡ് ടു 5K സബ്സ്ക്രൈബേഴ്സാണ്. സോ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ, നിങ്ങളുണ്ടെങ്കിൽ, എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 5K സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും, അല്ലെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനേക്കാം. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. സോ ഇന്നലെ ഞാൻ ബ്ലീച്ചിന് വീഡിയോ ഇടാഞ്ഞത് കാരണം ഇന്നലെ സോൾ ഓഫ് ദ ഡീമൺ ഹണ്ടറിൻ്റെ എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇനി തൊട്ട് നമ്മുടെ ചാനൽ ഒരു വീഡിയോസ് വെച്ചേ വരത്തുള്ളൂ. സോ എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ 2 വീഡിയോസ് വെച്ച് ഇടാൻ വേണ്ടി ശ്രമിക്കാം. സോ ഡോക്ടർ സ്റ്റോൺ ആനിമിയുടെ എപ്പിസോഡ് വരുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യും. മിക്കവാറും നാളെ വരുമായിരിക്കും. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ടാറ്റ ബൈ.